22 തവണ ഈ കേസ് മാറ്റിവെച്ചപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വന്നതാണ്. പക്ഷേ ഇന്ന് ആന്റണി രാജു പറയുകയാണ് ഞാനോ വക്കീലോ കൃത്യമായിട്ട് ഹാജരായിട്ടുണ്ടെന്ന്. എന്തോ വല്ലതും പറഞ്ഞോ? പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, 22 തവണ നെടുമങ്ങാട് കോടതിയിൽ 2014 മുതൽ 2022 വരെ 22 തവണ ഈ കേസ് വിളിച്ചിട്ട് ഒറ്റ തവണ പോലും പ്രതി ഹാജരായില്ല. അത് ശരി. അതാരെ പറ്റിക്കാനാണെന്ന് അറിയില്ല. അപ്പോൾ നിയമത്തിന്റെ ഒരു ആനുകൂല്യവും അദ്ദേഹത്തിന് കിട്ടുകയായിരുന്നു, നിയമത്തിന് അതീതമായ ആനുകൂല്യം അല്ലേ? പരലോകത്ത് നിന്ന് യമന് കൈക്കൂലി കൊടുത്താൽ ഇങ്ങോട്ട് ഭൂമിയിലോട്ട് തന്നെ രാജാവായിട്ട് മടങ്ങിപ്പോരാ. അതാ കാലം. അത് മാത്രമല്ല, അന്ന് ആ സമയത്ത് തന്നെ 90കളിൽ തന്നെ ഓസ്ട്രേലിയയിൽ നിന്ന് വിവരങ്ങൾ കിട്ടിയതാണ് കേരള പോലീസിന്. എത്ര വർഷം നീണ്ടു? 30-ലേറെ വർഷങ്ങൾ. പോലീസ് നിയമം കൊണ്ടെന്ന് പറഞ്ഞിട്ടെന്താ? സിനിമാക്കാരെയും സർക്കസുകാരെയും പോലുള്ള സോഫ്റ്റ് ടാർഗറ്റ്സിനെ പിടിക്കാനോ അവരെ കൂട്ടിലടക്കാനോ വലിയ ഉശിര പോലീസിന്. രാഷ്ട്രീയം കളിച്ച് നാട് പിടിച്ചവരെ കുറിച്ച് പറയാനോ അവരെ തൊടാനോ ഇവിടെ ഒരു പോലീസ് ഒരു ആരെ പറ്റിക്കാനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമ സംവിധാനത്തിനെ പറ്റിക്കാനാണ് അദ്ദേഹം ഇത്രയും കാലം ഇത് ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ആൾക്കാരെയൊന്നും എല്ലാ കാലം പറ്റിക്കാൻ പറ്റൂല. അതുപോലെ തന്നെയാണ് സത്യവും. മൂടി വെക്കാം, വളച്ചൊടിക്കാം, പക്ഷേ ഒരു നാൾ ഒരിടത്തത് പുറത്തു വരും മിസ്റ്റർ. കാരണം അദ്ദേഹം ചെയ്തിരുന്നത് കോടതിയുടെ പരിഗണനയിലുള്ള അല്ലെങ്കിൽ കോടതിയുടെ കസ്റ്റഡിയിലുള്ള തൊണ്ടിയിൽ അദ്ദേഹം തിരിമറി നടത്തി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കുറ്റം. തീരെ തരംതാണവരെ അങ്ങനെയൊക്കെ ചെയ്യും. ഈ കുതന്ത്രവും കുബുദ്ധി ഉപയോഗിച്ച് കേസ് ചെയ്യുന്നതിൽ എന്ത് സാറ്റിസ്ഫാക്ഷൻ ആണുള്ളത്? അതുവഴി അദ്ദേഹം ചെയ്തിരുന്നത് എന്തിനെയാണ്? നീതിന്യായ സംവിധാനത്തിനെ മൊത്തത്തിൽ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിച്ചത്. നീ എല്ലാവരെയും പറ്റിക്കണ പോലെ എന്നെ പറ്റിക്കാമെന്ന് വിചാരിച്ചോ? അപ്പൊ അതുകൊണ്ട് ഇത് നമ്മൾ പറയുമ്പോൾ ഒരു അണ്ടർവെയർ കേസ് എന്നൊക്കെ പറഞ്ഞ് അതിനെ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ കൂടുതലായിട്ടും ട്രോൾ ചെയ്യുകയാണെങ്കിലും അതീവ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ്. അയ്യോ, ഇതൊരു സിമ്പിൾ കേസല്ലേ, വെറുതെ ബുദ്ധിമുട്ടണ്ട കൃഷ്ണ, ഇത് കേസ് വേറെയാണ്. കോടതിയുടെ കൈവശം ഇരിക്കുന്ന ഒരു കാര്യത്തിനെ ഈ കേസുമായി ബന്ധമുള്ളതല്ലാത്ത മറ്റു വസ്തുക്കളെല്ലാം തന്നെ ഈ പ്രതിയുടെ ഒരു ബന്ധുവിന് വേണ്ടി കൈപ്പറ്റുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അതിന് പോകുന്നതും ആ സാധനങ്ങളെല്ലാം തന്നെ വാങ്ങുന്നതും. ഇത് അദ്ദേഹത്തിന് അറിയില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ആ കേസിൽ ജൂനിയറായിട്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഈ പ്രതിക്ക് വേണ്ടിയിട്ട് ഹാജരായ ആളാണ് ആന്റണി രാജു. നിങ്ങൾ ഈ ചെയ്തതൊന്നും ഒരു അഭിഭാഷകന് ചേർന്ന പ്രവൃത്തിയല്ല. കള്ളനവൻ പെരുങ്കള്ളൻ. തന്നെയുമല്ല, അദ്ദേഹം ഇത് എഴുതി വാങ്ങുന്ന സമയത്ത് അവിടെ എഴുതി കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: കടും നീല നിറത്തിലുള്ളതും ബനിയൻ തുണിയിൽ തുന്നിയതുമായ മുഷിഞ്ഞ ജട്ടി 1. ഒരു നിത്യോപയോഗ സാധനം ഫോർ ലേഡീസ് ആൻഡ് ജെന്റ്സ്. അപ്പൊ അതെന്തായാലും ഈ കേസിലെ തൊണ്ടിയാണ്, അതല്ലാതെ അവിടെ ജട്ടിക്കച്ചവടമൊന്നും അല്ലായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാവുന്നതാണല്ലോ. ലക്ഷണം കണ്ട വാക്ക് നീ കടിച്ചു തൂങ്ങാതെ പ്ലീസ്. അപ്പൊ അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം അത് ഏത് ദിവസമാണ് റിസീവ് ചെയ്തിരിക്കുന്നത്, ഏത് തീയതിയിലാണ് അത് റിട്ടേൺ ചെയ്തിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ ഒപ്പ്, ഈ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് കോടതിയുടെ രേഖകളിലുണ്ട്. അത് തൊണ്ടി രജിസ്റ്ററാണ്. ഇങ്ങനെ ഒരു ഉടക്ക് കിടക്കുന്നത് ഞാൻ അറിഞ്ഞു. എടാ, കക്കാൻ പഠിച്ചാൽ നിൽക്കാനും കൂടി പഠിക്കണം. അപ്പൊ അതിൽ വളരെ കൃത്യമായിട്ട് ഇത് എഴുതി ഒപ്പിട്ട് വെച്ച് തെളിവുണ്ടാക്കി വെച്ച് വളരെ കൃത്യമായിട്ട് തന്റെ ഇൻവോൾവ്മെന്റ് അതിൽ തെളിയിച്ചതിന് ശേഷം ഇന്ന് വന്നതിന് ശേഷം ഞാൻ നിരപരാധിയാണ്, നിരപരാധികളും ഈ രാജ്യത്ത് ശിക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സ്വന്തമായി തീരുമാനിക്കാനല്ല നാട്ടിൽ കോടതിയും പോലീസും ഒക്കെ ഉള്ളത്. പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ കേസ് അന്വേഷിക്കുകയും ഞാൻ നിരപരാധിയാണെന്നും വേറെ ആളുകളാണ് പ്രതിയെന്നും പറഞ്ഞിട്ട് റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. പാവം, വളർത്തി കൊല്ലാനെന്ന് കൊളക്കോഴി അറിയുന്നില്ലല്ലോ. 2002 ആ റിപ്പോർട്ട് കോടതി അംഗീകരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ കേസിൽ പൂർണ്ണമായും നിരപരാധിയാണെന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. ആ ആത്മവിശ്വാസമാണ് എന്നെ നയിക്കുന്നത്. മടിയിൽ കനവില്ലാത്ത ഒരു വഴി ഭയമെന്തിനാ സാറേ? എക്സിബിറ്റ് നമ്പർ 6. ജട്ടി അടിച്ചു മാറ്റി അളവ് തയ്പ്പിച്ച് കുറച്ചതിന് ശേഷം തിരികെ കൊണ്ട് കോടതിയിൽ കൊടുത്തതിന്റെ പേരിൽ ഇന്നേ വരെ 3 വർഷം ജയിലിൽ കടന്നിരിക്കുന്ന മറ്റ് നിരപരാധികളുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ ഞാൻ തെളിവിന് വേണ്ടി ഇത് കെട്ടിച്ചമച്ചു എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? That you ask your conscience. ചെക്ക് പോസ്റ്റിൽ പിടിച്ച വ്യാജ സ്പിരിറ്റ് കോടതിയിലെത്തിയപ്പോൾ പച്ചവെള്ളമായി, ബ്രൗൺ ഷുഗർ മൈദയായി. ഇനി ഞാൻ നിരത്തണോ നമ്പ്യാരുടെ വൈഭവങ്ങൾ? അപ്പൊ ഇതിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് കൃത്യസമയത്ത് നമ്മൾ പറയും പലപ്പോഴും ഈ ജസ്റ്റിസ് ഡിലൈഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ് എന്ന് പറയും. അപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് എന്താണ്? കൃത്യസമയത്ത് ഇതിൽ അന്വേഷണം നടന്ന് കൃത്യസമയത്ത് ഇതിൽ നീതി പുറപ്പെടുവിക്കുന്നതിന് നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് സാധിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആന്റണി രാജു നമ്മുടെ നാട്ടിലൊരു മന്ത്രി ആവില്ലായിരുന്നു. ഏത് കഴുതയ്ക്കും ഒരു ടൈം വരുമെന്നല്ലേ? ഒരു 2.5 വർഷത്തെ കാലയളവിലേക്കാണെങ്കിലും അദ്ദേഹം ഈ കേരളത്തിലെ സംസ്ഥാനത്തെ വലിയ ഭരണ നിയന്ത്രണത്തിലുള്ള ഒരു വകുപ്പിന്റെ മന്ത്രിയായിരുന്നു എന്നുള്ളത് നമ്മളെ ലജ്ജിപ്പിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഞാനിതൊക്കെ അനുഭവിക്കണം. കുത്തും ആലോചിക്കണം. കുത്തും ആലോചിക്കണം. കാരണം ഇങ്ങനെ നമ്മുടെ നാട്ടിലെ നിയമനീതി സംവിധാനത്തിനെ എല്ലാം തന്നെ കബളിപ്പിക്കാൻ ശ്രമിച്ച ഒരാളാണ് നമ്മുടെ മന്ത്രിയായിരുന്നത് എന്നുള്ളത് ഒരു വസ്തുത.
അയ്യേ കേരളക്കാരെ പറയിപ്പിക്കാൻ. രണ്ട്, അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പേര് നോക്കൂ, ജനാധിപത്യ കേരള കോൺഗ്രസ് എന്നോ മറ്റുമാണ്. ജനാധിപത്യം എന്നാണ് അതിൽ പറയുന്നത്. ചിരിക്കരുതേ. ജനാധിപത്യം എന്നാണ് അതിൽ പറയുന്നത്. മണ്ണാൻ കേട്ട അതുമായിട്ട് തനിക്ക് എന്തോന്ന് ബന്ധം? ഒരു തരത്തിലുള്ള ജനാധിപത്യവും അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലില്ല. കാരണം ജനാധിപത്യത്തിൽ തന്നെ അതിന്റെ കാവൽ നായകൾ, നമ്മൾ ഈ വാച്ച് ഡോഗ്സ് എന്നൊക്കെ പറയുന്ന ചില സംവിധാനങ്ങളുണ്ട്. അങ്ങനെയുള്ള സംവിധാനങ്ങളെ അടിമുടി കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിച്ചത്. പഴയ തിരണ്ടിവാൽ കഥകൾ പറഞ്ഞ് എന്നെ ഇങ്ങനെ അപമാനിക്കരുത് പ്ലീസ്. സത്യത്തിൽ അദ്ദേഹം ചെയ്തിരുന്ന ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം എന്താണ് എന്ന് ആലോചിച്ച് നോക്കൂ. കേവലം ഒരു തൊണ്ടിയിൽ കൃത്രിമത്വം കാണിക്കുക എന്നുള്ളതല്ല. മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് ഒരു വിദേശ പൗരൻ 61 ഗ്രാം മയക്കുമരുന്ന് തന്റെ അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച് തിരുവനന്തപുരം അന്താരാഷ്ട്ര എയർപോർട്ടിൽ വെച്ച് പിടിക്കപ്പെട്ട ഒരു വിദേശ പൗരനെ ആ തെളിവ് മറച്ചതിന് ശേഷം അയാളെ ആ കേസിൽ നിന്ന് ഊരിയെടുത്ത് അയാൾക്ക് വിദേശത്തേക്ക് പോകുന്നതിനുള്ള സേഫ് റൂട്ട് ഉണ്ടാക്കി കൊടുത്തയാളാണ് ആന്റണി രാജു. അതാണ് അദ്ദേഹം ചെയ്തിരിക്കുന്ന തെറ്റ്. വിശ്വാസവഞ്ചനല്ലേ? ഇത്തരം കേസിന് കുറഞ്ഞത് 6 വർഷമെങ്കിലും അകത്ത് കിടക്കേണ്ടി വരും അല്ലേ വക്കീൽ സാർ? അപ്പൊ ഒരു മയക്കുമരുന്ന് കേസിൽ നമുക്കറിയാമല്ലോ, ഇന്നത്തെ സർക്കാർ, ആന്റണി രാജു തന്നെ 2.5 വർഷം മന്ത്രിയായിട്ടിരുന്ന സമയത്ത് കേരള സർക്കാരിന്റെ മയക്കുമരുന്നിന് എതിരായിട്ടുള്ള ലഹരി വിരുദ്ധ ക്യാമ്പയിനും ഡ്രൈവുകളും ഒക്കെ എങ്ങനെയാണ് നടത്തിയതെന്നുള്ളത് നമുക്കറിയാം. നമ്മളെ കാണിക്കാൻ എന്ത് ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയാണ് അദ്ദേഹം അതിലൊക്കെ പങ്കെടുത്തത്? അതിലൊക്കെ പങ്കെടുക്കാനുള്ള ക്രെഡിബിലിറ്റി അദ്ദേഹത്തിന് എന്തായിരുന്നു? അതാണ് ആലോചിച്ച് നോക്കേണ്ടത്. നാട്ടുകാരുടെ മുമ്പിൽ ഒരു ഉത്സാഹിയായിട്ട് നിന്നാലല്ലേ അടുത്ത തിരഞ്ഞെടുപ്പിന് ഒന്ന് കടന്നുകൂടാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരു കേസിൽ പെട്ടിരുന്ന ഒരു പൗരനെ അദ്ദേഹം അതിൽ നിന്ന് ഊരിയെടുക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു. നാടൻ പ്രയോഗമുണ്ട്, ഉണ്ട ചോറിന് നന്ദി കാണിക്കുക, അതാണ് ലൈൻ. മാത്രമല്ല ആന്റണി രാജു രക്ഷിച്ച ഓസ്ട്രേലിയൻ പൗരൻ അവിടെ പോയി മറ്റൊരു കൊലപാതക കേസിൽ ജയിലിലാവുകയും ചെയ്തു. എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാൻ. മഞ്ജുഷ്, ഇതിന്റെ രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ കേസിൽ അദ്ദേഹത്തിന്റെ അവിടെ ഓസ്ട്രേലിയയിൽ വെച്ചുണ്ടായിരുന്ന കേസ് എന്താണ് എന്നതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഓസ്ട്രേലിയയിലുള്ള ഒരു സുഹൃത്ത് വഴി അതിനുവേണ്ടി ശ്രമിച്ചു. എന്ത് കാര്യത്തിനാണിത്? ഇവനെയൊക്കെ വേദനിപ്പിച്ച് കിട്ടുന്നതിൽ ഒരു സുഖമുണ്ടല്ലോ. അതിന്റെ കേസ് ഏതാണെന്ന് കണ്ടുപിടിച്ചു. പക്ഷെ അവിടെ നിന്ന് ജഡ്ജ്മെന്റ് കിട്ടണമെങ്കിൽ എത്രയോ ഓസ്ട്രേലിയൻ ഡോളർ നമ്മൾ പണം അടയ്ക്കണം. അങ്ങനെ ഞാൻ അതിനു വേണ്ടിയിട്ട് പണം അടച്ചിട്ട് ആ കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ ഫുൾ ഹിസ്റ്ററി എടുത്തതാണ്. ഇനി ആ ഡീറ്റെയിൽസ് എടുക്കണോ? വേണമെങ്കിൽ അത് കൊടുക്കാം. നമുക്ക് നീ 13 ജന്മം ഗുണം പിടിക്കൂല. അയ്യോ വിശ്വാമിത്ര മഹർഷി ശവിക്കല്ലേ, ഞങ്ങളുടെ ഭാവി ജീവിതം വാടി കരിഞ്ഞു പോകും. ആ ഹിസ്റ്ററി എടുത്ത് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ അയാൾ അവിടെ ചെന്നിട്ട് ഇസ്മത്ത് ഷൈഗ്രിയ ബല്ല എന്ന പേരിലുള്ള ഒരു വ്യക്തിയെ കൊല ചെയ്തു എന്നുള്ളതായിരുന്നു കേസ്. ആ ഡീറ്റെയിൽസ് പോലീസ് സ്റ്റേഷനിലുണ്ട്. സത്യം. ഇയാളും വെസ്ലി ജോൺ പോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൂട്ടുപ്രതിയും കൂടി ചേർന്നിട്ട് ഈ രണ്ടുപേരും കൂടി കൊല ചെയ്തു എന്നുള്ളതായിരുന്നു കേസ്. ആ കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇയാളെ ചോദ്യം ചെയ്യുമ്പോൾ, ഈ വെസ്ലി ജോൺ പോൾ എന്ന് പറയുന്ന കൂട്ടുപ്രതി, അയാളെ ചോദ്യം ചെയ്യുന്ന സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന 2 ഡിറ്റക്റ്റീവ് സീനിയർ കോൺസ്റ്റബിൾസ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ മുന്നിൽ അയാളാണ് പറയുന്നത്, കേരളത്തിൽ നിന്ന് ഇതേപോലെ ഒരു തട്ടിപ്പ് തൊണ്ടിയിൽ തിരിമറി കാണിച്ചതിന് ശേഷം ഇങ്ങോട്ട് വന്നതാണെന്ന് എന്നോട് ഇയാൾ വീമ്പ് പറഞ്ഞു എന്ന് പറയുന്നത്. ഇവിടെ ആന്റണി രാജുവിനോ അല്ലെങ്കിൽ കോടതി ജീവനക്കാരനോ അല്ല സത്യം പറഞ്ഞാൽ മുഖത്താടി കിട്ടിയിട്ടുള്ളത് ഈ മനോരമ ന്യൂസ് ചാനലിലാണ്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു വാർത്ത അതിന്റെ സർവ്വ വിശദാംശങ്ങളോട് കൂടി ഒരു റിപ്പോർട്ടർ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ചാനലിന്റെ ഓഫീസിൽ കൊടുത്തപ്പോൾ അത് പൂഴ്ത്തിവെക്കാൻ അവർ പ്രകടിപ്പിച്ച ആ ഒരു വലിയ ഒരു മഹാമനസ്കതയുണ്ട്. അതിനെ നമ്മൾ ഒരിക്കലും ഒരു കാരണവശാലും അഭിനന്ദിക്കാതിരിക്കാൻ തോന്നിയില്ല. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? കാരണം അവർക്ക് ഒരു കാരണവശാലും ഹിതകരമല്ലാത്ത ഒരു സർക്കാർ, അതിലൊരു മന്ത്രി ഇത്ര വലിയൊരു തട്ടിപ്പ് നടത്തും. ഇത് വെറും ഒരു തട്ടിപ്പല്ല, നീതിന്യായ സംവിധാനത്തെ മൊത്തത്തിൽ അട്ടിമറിക്കുന്ന ഒരു വലിയ തട്ടിപ്പാണ്. അത് പിന്നെ പറ്റിപ്പോയതല്ല, പറ്റിപ്പാണ് നിന്റെ പ്രധാന പണി. അത് നീതിന്യായ നിർവഹണത്തെ തന്നെ അട്ടിമറിക്കുന്ന ഒരു സംഭവം. അത്ര ഗുരുതരമായ ഒരു സംഭവം ഉണ്ടായിട്ട് അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടി അത് പൂഴ്ത്തിവെച്ചു എന്ന് പറഞ്ഞാൽ ഈ മനോരമക്കാർ പ്രസംഗിക്കുന്ന മാധ്യമ സദാചാരം, മാധ്യമ സ്വാതന്ത്ര്യവും അതിന്റെ പൊള്ളത്തരം എത്ര വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാവും. തത്വം പഠിപ്പിച്ചാൽ മാത്രം പോരാ, പ്രവൃത്തിയിൽ കാണണം. നമ്മുടെ സുഹൃത്ത് ഷാനി പ്രഭാകരൻ എല്ലാ ആഴ്ചയിലും മനോരമയിൽ അറിയാതെ വയ്യ, പറയാതെ വയ്യ, ചൊറിയാതെ വയ്യ എന്നൊരു പരിപാടി നടത്തുന്നുണ്ട്. എന്തൊരു ചൊറിച്ചില് എന്റെ ഉള്ളിലുണ്ട്. സത്യവും ധർമ്മവും നീതിയും ദാഹിക്കുന്ന ഒരു മനസ്സ്. അതിൽ ഇതിനെപ്പറ്റി ഒരു എപ്പിസോഡ് ചെയ്യും എന്നാണ് എന്റെ പ്രതീക്ഷ. എന്തുകൊണ്ട് ഞങ്ങൾ ഈ മഹത്തായ വാർത്ത പൂഴ്ത്തിവെച്ചു? ഇതെന്തോ ഉന്നം വെച്ചിട്ടുള്ള നീക്കമാകാനാണ് സാധ്യത. എന്തുകൊണ്ട് കുറ്റവാളിയായ ഒരു മന്ത്രിയെ സംബന്ധിച്ച വിശദാംശം നമ്മുടെ തന്നെ ഒരു റിപ്പോർട്ടർ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊണ്ടുവന്നിട്ട് അത് പുറം ലോകം അറിയിക്കാതിരിക്കാൻ വളരെയധികം ബന്ധപ്പെട്ടു. നീ സംസാരിച്ചാ മതി, ഈ പ്രശ്നം പറഞ്ഞു തീർക്കാതെ നീയോ നിന്റെ അച്ഛനോ എവിടെ പോകില്ല. എന്തുകൊണ്ട് റിപ്പോർട്ടർ ജോലി രാജിവെച്ച് പോകേണ്ടി വന്നു?
എന്തുകൊണ്ട് ഇയാൾ കുറ്റവാളി എന്ന് കണ്ടെത്തിയപ്പോൾ യാതൊരു ഉളുപ്പും കൂടാതെ ആന്റണി രാജു കുറ്റക്കാരൻ എന്ന ചരഞ്ഞ വാർത്ത പ്രസിദ്ധീകരിക്കാൻ ഞങ്ങൾ ധൈര്യപ്പെട്ടു. മറുപടി പറയടാ. ഇപ്പൊ അതാണല്ലോ ഒരു ട്രെൻഡ്. ഏതായാലും നാണമില്ലാത്തവർക്ക് ആസനത്തിൽ ആല് മുളച്ചാൽ അതും തണൽ എന്നുള്ളതാണ് മനോരമയുടെ ആപ്തവാക്യം. ധർമ്മോസ്മത് കുലദൈവതം അഥവാ ആല് മുളച്ചാൽ അതും തണൽ.